കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ രണ്ടിടത്ത് ടെലിഫോൺ പോസ്റ്റ് വെച്ചു. രാവിലെ 3:30 പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണോ എന്ന സംശയമുണ്ട്. റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണനായരാണ് ചേരുന്നത്. കൊല്ലത്ത് നിന്നും കണ്ണൻ, വലിയൊരു അട്ടിമറി ശ്രമമാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണോ ഉള്ളത്? എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? റെയിൽവേ വിഭാഗമൊക്കെ തന്നെ പരിശോധന നടത്തിയ പോലീസൊക്കെ വന്നോ? പ്രതീക്ഷ പലതരത്തിലുള്ള സംശയങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ ഏതാണ്ട് 1:30 കൂടിയാണ് ഈ പാളത്തിന്റെ നടുവിൽ ഒരു ഈ പോസ്റ്റ് കാണുന്നത്. ഇരുമ്പ് പോസ്റ്റാണ്. ഇരുമ്പ് പോസ്റ്റ് ഇരിക്കുന്നത് അതുവഴി ബൈക്കിൽ പോയ ഒരു വ്യക്തിയാണ് കാണുന്നത്. ഉടൻ തന്നെ അദ്ദേഹം അവിടുത്തെ ഗേറ്റ് കീപ്പറെ വിവരം അറിയിക്കുകയായിരുന്നു. ഗേറ്റ് കീപ്പർ പോയി ഈ കാര്യങ്ങൾ പരിശോധിച്ചു. പിന്നീട് എഴുകോൺ പോലീസിനെ വിവരം അറിയിച്ചു. എഴുകോൺ പോലീസ് എത്തി അവിടെ നിന്ന് ആ പോസ്റ്റ് മാറ്റി. പിന്നീട് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും ഒരു സംശയമുണ്ടായി. അവർ കുറച്ചു ദൂരം ആ പാളത്തിലൂടെ നടന്ന് നോക്കി. ആ സമയത്ത് മറ്റൊരു ഇരുമ്പ് പോസ്റ്റ് കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രണ്ടു തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു അട്ടിമറിയാണോ എന്നുള്ളൊരു സംശയം. കാര്യം 3:30 പാലരുവി എക്സ്പ്രസ് ഈ പാതയിലൂടെ കടന്നു പോകുന്നതാണ്. അങ്ങനെ ആ ട്രെയിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്നുള്ള ഒരു സംശയം പോലീസിനും റെയിൽവേ പോലീസിനും ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവിടെ രാത്രി കാലങ്ങളിൽ മദ്യപന്മാരുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഈ മദ്യപിച്ച് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കൊണ്ടുവന്ന് പാളത്തിൽ വെച്ചതാണോ എന്നുള്ള സംശയം രണ്ടാമത്തേത്. ഈ പോസ്റ്റിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ചെമ്പിന്റെ ഭാഗങ്ങൾ, ട്രെയിൻ കയറി കഴിയുമ്പോൾ ആ പോസ്റ്റ് രണ്ടായി മാറി അതിന്റെ ചെമ്പിന്റെ ഭാഗങ്ങൾ അകത്ത് നിന്ന് എടുക്കാൻ സാധിക്കുന്ന ഒരു റെയിൽവേയുടെ തന്നെ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കുമല്ലോ. നേരത്തെ ഈ പ്രധാനപ്പെട്ട സർവീസുകളൊക്കെ ട്രെയിനൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള പരിശോധനയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? എപ്പോഴാണത് വെച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? രാത്രി കാലങ്ങളിൽ ട്രാക്കിലൂടെയുള്ള പരിശോധന പല സമയങ്ങളിലും ഉണ്ടാവാറില്ല. രാത്രിയിൽ ഈ റെയിൽവേ ട്രാക്കിനോട് കുറച്ച് അല്പം മാറിയാണ് സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുവഴി ബൈക്കിൽ പോയ ഒരാൾക്ക് ഇങ്ങനെ എന്തോ ഒരു വസ്തു ട്രാക്കിന്റെ നടുവിൽ, പാളത്തിന്റെ നടുവിൽ കിടക്കുന്നത് കണ്ടതും അയാൾ നേരെ ഗേറ്റ് കീപ്പറെ വിവരം അറിയിക്കുകയും ചെയ്തത്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. രണ്ടു തരത്തിലുള്ള സംശയം. ഒന്നുകിൽ ഇതൊരു അട്ടിമറിയാണോ എന്നുള്ളതാണ് സംശയം. അത് ആദ്യത്തെ പ്രധാനമായി അതാണ് അന്വേഷിക്കുന്നത്. രണ്ടാമത്തേത്, പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മദ്യപന്മാരുടെ ഒരു ശല്യം രാത്രികാലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അവരൊക്കെ തന്നെ എടുത്ത് ഏതെങ്കിലും പോസ്റ്റ് ഇതിന്റെ നടുവിലേക്ക് വെച്ചതാണോ, പാളത്തിന്റെ നടുക്കേക്ക് വെച്ചതാണോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് തന്നെയായാലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ. കാര്യം 3:30 വിവരങ്ങൾ നൽകിയത്.